ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ അന്വേഷണത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. കാരണം ചെറിയ മീനുകളെല്ലാം അറസ്റ്റിലായി. ദേവസ്വം ബോർഡിന്റെ പല പ്രമുഖരും പല ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ അറസ്റ്റിലായി. എല്ലാവരും കരുതിയിരുന്നത് പത്മകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കില്ല എന്നതായിരുന്നു തുടക്കത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നത്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് അതിന്റെ മാസ്റ്റർ ബ്രെയിൻ പത്മകുമാറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിച്ചാണ് ഈ ഗൂഢാലോചനകൾ നടത്തിയത്. പിന്നീട് ഈ ഗൂഢാലോചനയുടെ ഫലമായി അവർ മറ്റുള്ളവരെ കൂടെ ചേർക്കുകയും ഇവർക്കെതിരാകാത്ത ഉദ്യോഗസ്ഥരെ ശബരിമലയിൽ നിയമിക്കുകയും ചെയ്തു. ഇനി അന്വേഷണം എത്തി നിൽക്കാനുള്ളത് ഇവരുടെ വലയിൽ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വീണിട്ടുണ്ടോ എന്നതാണ്. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാകും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രശ്നം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കമ്മ്യൂണിസ്റ്റ് കോട്ടകൊത്തളങ്ങളായി അറിയപ്പെട്ടിരുന്ന തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കൊല്ലത്തും ആലപ്പുഴയിലും കണ്ണൂരിലും അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ തിരിച്ചടി ഞെട്ടിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ശേഷം ഇത്രയും വലിയ തിരിച്ചടി തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രത്യേകിച്ച് നോക്കൂ, തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. അത് 2015 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. 2020 കാലഘട്ടത്തിൽ BJP ഉറപ്പായി തന്നെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് അവർ കളത്തിലിറങ്ങിയെങ്കിൽ അന്ന് അവർക്ക് അധികാരം നേടാൻ കഴിഞ്ഞില്ല. പക്ഷെ നിലവിലെ സാഹചര്യത്തിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി വാർഡ് വിഭജനം നടത്തി കൃത്യമായി പഠിച്ച് തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന 50-ലധികം മണ്ഡലങ്ങൾ മുറിച്ചു മാറ്റി തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി. ആ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും ദയനീയമായ പരാജയത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയില്ലേ. BJPക്ക് ഒറ്റയ്ക്ക് തന്നെ 50 സീറ്റുകൾ നേടാൻ കഴിയുന്നു. അത് ചെറിയ കാര്യമല്ല. അതിന് പ്രധാനമായ കാരണമായി മാറിയിരിക്കുന്നത് ഈ ശബരിമല തന്നെയാണ്. കൊല്ലത്തുണ്ടായ തിരിച്ചടി, കൊല്ലത്ത് എല്ലാ കാലത്തും ഈ കയർ തൊഴിലാളികളും അതോടൊപ്പം തന്നെ മറ്റ് ഫാക്ടറി തൊഴിലാളികളും എല്ലാം തിങ്ങിപ്പാർക്കുന്ന ആ മേഖലയിൽ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകില്ലെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ അത് തെറ്റായെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഇനി അന്വേഷണം എത്തി നിൽക്കാൻ പോകുന്നത് കടകംപള്ളിയിലേക്കാണ്. കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ, ഈ കടകംപള്ളിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാൻ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പത്മകുമാറുമായോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ എന്തെങ്കിലും തരത്തിലുള്ള ബാങ്ക് ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കടകംപള്ളിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. ഇപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളിക്ക് സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ സീറ്റ് ലഭിച്ചാലോ ജനങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കും. അവിടെ BJP ശക്തമായ പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോകുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ 2ാം സ്ഥാനത്തെത്തിയ V മുരളീധരനാണ് ഇപ്പോൾ 2026 അവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമുക്ക് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ അദ്ദേഹത്തിന് 2ാം സ്ഥാനം വരാൻ കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആറ്റിങ്ങൽ പോലുള്ള ഒരു മണ്ഡലത്തിൽ 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. 1ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം വെറും 16,000 വോട്ട് മാത്രമാണ്. അപ്പോൾ BJPക്ക് അടുത്ത തവണ അവിടെ A+ മണ്ഡലമായി കരുതാനുള്ള ഒരു മണ്ഡലമായി ആറ്റിങ്ങലെ മാറ്റിയെടുക്കാൻ V മുരളീധരന് കഴിഞ്ഞു. ആ V മുരളീധരൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ കഴക്കൂട്ടത്ത് മത്സരിക്കുക. കഴക്കൂട്ടത്തെ ഇന്ന് മുക്കിലും മൂലയിലും V മുരളീധരന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പ്രവർത്തനം, മറ്റൊരു ഭാഗത്ത് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ പോകുന്നത് ഈ ശബരിമല കൊള്ള നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഗുണവും അദ്ദേഹത്തിന് സ്വാഭാവികമായി തന്നെ ലഭിക്കും. നാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു വികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വികാരം അവിടെ ആ സ്ഥലത്ത് ആർക്കാണോ വിജയ സാധ്യത അവർക്ക് നൽകുന്നതാണ്. അതാണ് നാം കണ്ടത്. തിരുവനന്തപുരത്ത് BJPക്കാണ് വിജയ സാധ്യത, അതുകൊണ്ട് അവരെ ജയിപ്പിക്കാൻ ശ്രമിച്ചു. കൊല്ലത്ത് UDFനാണ് വിജയ സാധ്യത, അതുകൊണ്ട് അവരെ വിജയിപ്പിക്കാൻ ശ്രമിച്ചു. കഴക്കൂട്ട മണ്ഡലം, അതോടൊപ്പം തന്നെ വട്ടൂർക്കാവ്,
നിയമമടക്കമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയില്ലെന്ന ചിന്തയിൽ ആ വോട്ടുകൾ പോകുന്നത് ബി ജെ പിയിലേക്കാണ്. അത് ബി ജെ പിക്ക് ഗുണകരമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ലെന്ന് ആരും പറയുന്നില്ല. അത് ശിവൻകുട്ടി മാത്രമാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ബി ജെ പിക്ക് കോർപ്പറേഷൻ കിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം 75-ലധികം സീറ്റാണ് LDF പ്രവചിച്ചിരുന്നത്. 75 എന്താണ്, ഒരു 35 കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൽ കുറച്ചെങ്കിലും വില കൽപ്പിക്കാമായിരുന്നു. അപ്പോൾ 35 സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. അദ്ദേഹമാണ് പറയുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ അക്കൗണ്ട് ഇനി ഓപ്പൺ ചെയ്യില്ലെന്ന്. അത് പിണറായി വിജയൻ പോലും പറയാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴാണ് മറ്റൊരു പ്രതിസന്ധിയായി ഈ കടകംപള്ളിയുടെ ബാങ്കിന്റെ ഇടപാടുകൾ പരിശോധിക്കാനായി പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോന്നായി എണ്ണിപ്പറയേണ്ട അവസ്ഥയിലേക്ക് വരും. മറ്റൊരു കാര്യമുണ്ട്, ഈ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ലെങ്കിൽ കൃത്യമായി തന്നെ CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ എത്തുകയാണെങ്കിൽ വലിയ തിരിച്ചടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ കടകംപള്ളിയും കാത്തിരിക്കുന്നത്. കടകംപള്ളി അങ്ങനെ ഈ കേസിൽ എന്തെങ്കിലും ഒരു പങ്കുള്ളതായി അറിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കാര്യമില്ല. അങ്ങ് പരാജയം നേരത്തെ തന്നെ സമ്മതിക്കുന്നതാണ് നല്ലത്. കടകംപള്ളിയുടെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്നു, അതോടൊപ്പം തന്നെ MLA ആയിരുന്നു, മുൻ മന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള ഒരു മുതിർന്ന നേതാവിന് തന്നെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മുതിർന്ന നേതാവിന് തന്നെ ശബരിമലയിൽ ആ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുള്ളതായി പുറത്തറിയുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇതിന്റെ ഒരു പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചതായി ജനങ്ങൾ വിശ്വസിക്കും. കാരണം ഇനി മറ്റൊരു നേതാവില്ല. കടകംപള്ളി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ പ്രമുഖനായ നേതാവ്, ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കയ്യിൽ പണം ലഭിക്കുകയാണെങ്കിൽ, ശബരിമലയിലെ സ്വർണം വിറ്റ പൈസയുടെ ചെറിയൊരു ഭാഗം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി AKG സെന്ററിലും എത്തിക്കാണും. അതിൽ മറ്റൊരു ചോദ്യത്തിന്റെ തന്നെ ആവശ്യമില്ല. അതൊരു പാർട്ടിയുടെ ഗൂഢാലോചനയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പായി തന്നെ ഉറപ്പിച്ചു പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. എന്തായാലും ഇതിന്റെ അന്വേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഇനി വരുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പോലും വിലയിരുത്താൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയിലേക്കാണ് നിലവിൽ പോകുന്നത്. ആ ഒരു മാറ്റം, ഇപ്പോൾ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നത് ഈ ശബരിമല തന്നെയാണ്. കാരണം നാം ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ പലതും പരിഗണിച്ചു നോക്കൂ, ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അന്ന് VD സതീശൻ ശബരിമല സന്ദർശിക്കുന്നു. ഇന്നലെ KC വേണുഗോപാൽ ശബരിമല സന്ദർശിക്കുന്നു. K മുരളീധരൻ ശബരിമല സന്ദർശിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ വലിയ തിരക്ക് തന്നെ ശബരിമലയുടെ നടപ്പന്തലിൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അത് മറ്റൊന്നുമല്ല, അത് രാഷ്ട്രീയം തന്നെയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നം പ്രധാനപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ച് അവർ പുണ്യമായി കരുതുന്ന ആ ശബരിമലയിലെ സ്വർണങ്ങൾ അടിച്ചുമാറ്റിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താനുള്ള ഒരു ചിന്ത പൊതുജനങ്ങൾക്ക് ഉണ്ട്. അതിനെ പരമാവധി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക, ആ വോട്ടുകൾ BJPയിലേക്ക് പോകാതെ നോക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ചെയ്യാൻ കഴിയുന്നത്. അതിനുവേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് അവർ ചെയ്യുന്നത്. എന്തായാലും ഈ കേസിൽ പത്മകുമാറിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കും. അതോടൊപ്പം തന്നെ കടകംപള്ളിയുടെ ബാങ്കിലെ ഇടപാടുകളും കൃത്യമായി തന്നെ പരിശോധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്.